അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈനസ് എനിക്ക് തന്നൊരു പണിയാണ്. അതായത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പണി വണ്ടി എനിക്ക് തന്നു തുടങ്ങി. ഇത് 2,50,000 രൂപയുടെ ഒരു വാഹനമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പെൻസ് ആണോ എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും തീർച്ചയായിട്ടും ഒരു എക്സ്പെൻസാണ്. കാര്യം ഒരു വർഷം കുറഞ്ഞത് 6,000 രൂപയാണ് നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുന്നത് സർവീസിനായിട്ട്. എനിക്ക് ഈ വർഷം ഏകദേശം 9,000 രൂപയുടെ അടുപ്പിച്ച് വന്നു പാർട്സൊക്കെ മാറിയിട്ട്. ഇനി അടുത്ത ചെയിൻ മാറാറായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു പണി എനിക്ക് കിട്ടിയത്. അതായത് 2 ദിവസം മുമ്പ് വണ്ടി ഓടിച്ചപ്പോൾ ചെറിയ സ്പീഡിലൊക്കെ ഹാൻഡിലിനൊരു ടൈറ്റ് പോലെ തോന്നി. ആദ്യം കരുതിയത് എയറിൻ്റെ ആണെന്നാണ്, പക്ഷേ എയറല്ല. സംഗതി ഹാൻഡിലിൻ്റെ കോൺസെറ്റ് പോയതാണ്. കോൺസെറ്റ് എങ്ങനെ ഡാമേജ് വന്നതെന്ന് പറഞ്ഞാൽ തുരുമ്പെടുത്തിട്ടാണ്. ഹൈനസിന് എനിക്കൊക്കെ തുരുമ്പിൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. മിക്ക വണ്ടിക്കും കോൺസെറ്റ് തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാനാണെങ്കിൽ 9,000 രൂപയാണ് കമ്പനിയിൽ നിന്ന് പറഞ്ഞത്. അതല്ല റീപ്ലേസ് ചെയ്യണമെങ്കിൽ 2,200 രൂപ കുറഞ്ഞത് വരും. അപ്പോൾ നമ്മൾ സർവീസ് പാക്കേജൊക്കെ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, 5% ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എങ്കിലും ഈ വണ്ടിക്ക് 4 വർഷം പഴക്കേ ഉള്ളൂ, 17,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹോണ്ടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കംപ്ലയിൻ്റ് അല്ല ഇത്. കോൺസെപ്റ്റൊക്കെ ഇത്രയും വർഷത്തിൽ തന്നെ കംപ്ലയിൻ്റ് വരിക എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ഹോണ്ട യൂണിക്കോൺ ഏകദേശം 2,75,000 കിലോമീറ്റർ കവർ ചെയ്തതാണ്, 2011 മോഡൽ. അതിനൊന്നും ഈ പറഞ്ഞ പോലത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല, തുരുമ്പും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് റിപ്പയറായി മാറാനോ റിപ്പയർ ചെയ്യാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഗ്രീസ് ചെയ്യാനോ ഒക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളെ ഷോറൂമിൽ കൊടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സർവീസ് പാക്കേജ് എടുത്ത് തന്നെ ചെയ്യുക. കാര്യം ചെറിയ എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് നമുക്ക് ലാഭം തന്നെയാണ്. എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായി ഈ പാർട്സിനൊക്കെ. ഈ AMC ഒക്കെ എടുത്ത് ചെയ്തപ്പോൾ, AMC എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, ഹോണ്ടയുടെ സർവീസ് പാക്കേജിന്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഹൈനസിൻ്റെ എന്ത് വീഡിയോ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.